ഇവിടെ വാപ്പയും ഉമ്മയുമാണ് ബിഗ് ബോസ് വീട്ടിൽ എത്തിയിരിക്കുന്നത്. നോറ ഭയങ്കര ഹാപ്പിയാണ് വാപ്പയും ഉമ്മയും വന്നതിൽ. അവിടെ നോറ ഇരുന്ന് ഉമ്മയുടെ അടുത്ത് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ ഗെയിമാണ് അവിടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോറ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളാണ് നോറ അവിടെ കൃത്യമായിട്ട് ഓരോ പോയിന്റുകൾ അവിടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ആ കിട്ടിയ അവസരം പോലും ഇത്രയും നന്നായി ഗെയിം കളിക്കാനായിട്ട് നോറ ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നിപ്പോയി നോറയുടെ ഉമ്മയുമായിട്ടുള്ള സംസാരം കേട്ടപ്പോൾ. വാപ്പേനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല, തലയിൽ തട്ടൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ടാണ് നോറ അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ വീട്ടിലുണ്ടായ പല സംഭവങ്ങളും നോറ അവിടെ പറയുന്നുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് പലരും എഴുന്നേറ്റ് പോവും, ഞാൻ ചെല്ലുന്ന സമയത്ത് ചിലർ സംസാരിക്കുന്ന ടോപ്പിക്ക് മാറ്റും, ഞാൻ പറയുമ്പോൾ പലർക്കും അത് കോമഡി ആയിട്ട് തോന്നില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് എടുക്കും, എന്നാൽ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ കോമഡി ആയിട്ട് എടുക്കും. എനിക്ക് അത്രേ വില തരുന്നുള്ളൂ. ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ ശരിക്കും വിഷമിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കിടന്ന് കരഞ്ഞിരുന്നത്. അത് കൃത്യമായിട്ട് ഓരോ സന്ദർഭങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഉമ്മയുടെ അടുത്ത്. ഉമ്മയാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. ഉമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു മോള് ഗെയിമാണ് ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഉമ്മ ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു സീനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓരോ സന്ദർഭങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നോറ പറയുന്നത്. അന്ന് ഇങ്ങനെ ഉണ്ടായത് അതുകൊണ്ടാണ്, ഇന്ന് ഇതുണ്ടായത് അതുകൊണ്ടാണ്, ഇവരെന്നെ വിഷക്കുപ്പിന്ന് വിളിച്ചു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഗെയിമാണ്. അപ്പം ഞാൻ മൗനമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് റസ്മിനെ അടുത്ത് ഞാൻ കുറച്ചെങ്കിലും സംസാരിക്കുന്നത്, പക്ഷെ ഫുൾ ടൈം അവൾ എൻ്റെ അടുത്തേക്ക് വരില്ല, ഇടയ്ക്കൊക്കെ വരുള്ളൂ. അപ്പോൾ അവളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അവിടെയും മുഴുവൻ പറയില്ല. പിന്നെ അൻസിബിത്തേരുടെ അടുത്താണ് പിന്നെ കൂടുതൽ കമ്പനിയുള്ളത്, ബാക്കി ആരായിട്ട് എനിക്ക് കമ്പനിയില്ല. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. വീട്ടിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ലൈവിൽ ഇരുന്നിട്ട് അവിടെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാഗം പക്ക ക്ലിയർ ആക്കാനായിട്ട് നോറ അവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഔട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോറയ്ക്ക് അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.